ഈ ധൃതിയിൽ ഓടിപ്പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല. ഇന്നെനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഞങ്ങൾ ലേറ്റാണ്. കുക്കുടു ഫ്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് കുക്കുടും ഞാനും കൂടെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് മീറ്റിംഗ് ഡെസ്റ്റിനേഷൻ എത്തണമെങ്കിൽ ബസ്സിനും മെട്രോയ്ക്കും പോകണം. സോ ഞങ്ങൾ ആദ്യം ബസ്സിൽ കയറി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെട്രോ സ്റ്റേഷൻ റീച്ചായി. ഞങ്ങൾ മെട്രോ കയറാൻ വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷനുള്ളിലേക്ക് പോവാണ്. ഇന്ന് കുക്കുടും കൂടെ കൂട്ടിനുള്ളത് കൊണ്ട് അധികം സ്ട്രെസ് ഇല്ലാണ്ടാണ് ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ മെട്രോയിലെത്തി. മെട്രോയിൽ പഞ്ചിങ് ചെയ്ത് ഉള്ളിലേക്ക് കയറി. മെട്രോ അപ്സ്റ്റെയറിലാണ്. നേരെ അങ്ങോട്ടേക്ക് ഞങ്ങൾ വെച്ച് പിടിച്ചു. അങ്ങനെ മെട്രോ വന്നു. ഞങ്ങൾ മെട്രോൻ്റെ ഉള്ളിൽ കയറി കുറച്ച് പ്രഹസനങ്ങളൊക്കെ നടത്തി. ഞങ്ങൾക്കാണെങ്കിൽ അവിടെ എത്തണമെങ്കിൽ ഒരു മെട്രോയും കൂടെ മാറിക്കയറണമായിരുന്നു. സോ യൂണിയൻ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തിയിട്ട് ഞങ്ങൾ മെട്രോ മാറിക്കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു കൊച്ചു കുട്ടീനെ കണ്ടത്. എന്തിനാണോ എന്തോ ഞങ്ങൾ രണ്ടുപേരും ആ കൊച്ചിനെ കുറേ സമയം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിൻ്റെ വഴിക്ക് പോയപ്പോൾ ഞാനും കുക്കുടും നല്ലോണം പോസ്റ്റ് അടിച്ചു പോയി. അങ്ങനെ മെട്രോയും കാത്തുള്ള ഇരിപ്പായിരുന്നു. പിന്നെ അങ്ങോട്ട് മെട്രോ വന്നു. പിന്നെ മെട്രോയിൽ കയറി. എനിക്കും കുക്കുടോനും രണ്ട് ദിക്കിലാണ് സീറ്റ് കിട്ടിയത്. എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മിനിറ്റ്സ് വാക്കിംഗ് ഉണ്ടായിരുന്നു. ഞാനും കുക്കുടും ഓരോന്നും മിണ്ടിയും പറഞ്ഞു അങ്ങനെ നടത്തായി. കുറേ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ലാസ്റ്റ് കണ്ടു. കണ്ട ബ്ലാക്ക് ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് വീണ്ടും നടത്തായി. നല്ല ചൂടുണ്ടായിരുന്നുവെങ്കിലും പ്രകൃതി രമണീയത ഉള്ളതുകൊണ്ട് അത് വെച്ച് ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു. അങ്ങനെ മെട്രോ സ്റ്റേഷനെത്തി. അങ്ങനെ ഞാനും കുക്കുടും തിരിച്ചു പോകാനുള്ള വ്യഗ്രതയിൽ പെട്ടെന്ന് തന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് എത്താൻ ഓടി ചാടിയൊക്കെ സ്പീഡിൽ പോവുകയാണ് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. കാരണം പുറത്ത് ഭയങ്കര ചൂടാണ്, അകത്ത് നല്ല AC ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ എത്തി. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ സ്വർഗം മാമാ സ്വർഗം. അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കുള്ളൊരു ഷോപ്പിലേക്കാണ്. കുക്കുടുവിന് ബബിൾ ടീ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബബിൾ ടീ മേടിച്ചു അവിടെ നിന്ന്. എനിക്കാണെങ്കിൽ അധികം ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. എന്നാലും ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. തരക്കേടില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് അധികം അങ്ങോട്ട് ബോധിച്ചില്ല. നല്ലതൊന്നും എനിക്ക് ചേരില്ല എന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. പഴമക്കാരെന്തും പറഞ്ഞോട്ടെ, ഞാനത് എന്തായാലും ടേസ്റ്റ് ചെയ്തു. അധികം അങ്ങോട്ട് ബോധിക്കാത്തത് കൊണ്ടുള്ള എക്സ്പ്രഷൻ എൻ്റെ മുഖത്തുണ്ട്. എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കുടിച്ചു. അങ്ങനെ അടുത്തത് കുക്കുടുവിൻ്റെ ടേണാണ്. കുക്കുടുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വെൻഡിങ് മെഷീനിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് സമയം നോക്കി നിന്നിട്ട് എന്തെടുക്കണമെന്ന കൺഫ്യൂഷനിൽ ഞങ്ങൾ രണ്ടുപേരും സഫാരി പൊട്ടറ്റോ ചിപ്സ് എടുക്കുക എന്നുള്ള പ്ലാനിങ്ങിലെത്തി. ഞാനങ്ങനെ സഫാരി എടുത്തു കഴിഞ്ഞപ്പോൾ കുക്കുടുവിൻ്റെ തീരുമാനം മാറ്റി. കുക്കുടുവിന് വേറെ ഏതോ ഫ്ലേവർ വേണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ അതിനുള്ള സെർച്ചിങ്ങിലാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഏതോ ഒരു കൂതറ ഫ്ലേവർ എടുത്തിട്ട് അവൾക്കത് കോയിൻ ഇട്ടിട്ട് എടുത്തു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മെട്രോ ഇറങ്ങി വന്നപ്പോൾ അവിടെയാണെങ്കിൽ വിഷ്ണു എവിടെയോ പോയിട്ട് ഞങ്ങളെയും കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കാറിൽ കയറി നേരെ പോവാണ്. കാറിലിരുന്നുകൊണ്ട് ഞങ്ങൾ വെൻഡിങ് മെഷീനിലെടുത്ത് സഫാരി പൊട്ടറ്റോ ഒക്കെ തിന്നുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ മുടിഞ്ഞ ബ്ലോക്കാണ്. ഈവനിങ് ടൈം ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ സമയം പോസ്റ്റ് അടിച്ചിരുന്ന് മെല്ലെ എഴഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.